നമസ്കാരം, ഏവർക്കും കുരട്സ്മാനിയിലേക്ക് സ്വാഗതം. പിന്നെ നല്ലൊരു അടിപൊളി ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. അപ്പോൾ ഇന്ന് പതിവ് പോലെ ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്, പക്ഷേ ചോക്ലേറ്റ് പ്ലം കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം, എളുപ്പത്തിൽ തന്നെ പഠിക്കാവേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സോക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ട്യൂട്ടി ഫ്രൂട്ടി ഇടുക, പിന്നെ ഡേറ്റ്സ് ഇടുക, ചെറി ഇടുക, എല്ലാം ഒരു 1/2 കപ്പ് വീതം. പിന്നെ കശുവണ്ടി പരിപ്പ്, പിന്നെ മുന്തിരിങ്ങ, ഓറഞ്ച് മാർമലേഡ്, ബ്ലാക്ക് കറണ്ട്, പിന്നെ ഓറഞ്ച് ജ്യൂസ് ഞാൻ മാംഗോയും പിന്നെ ആപ്പിളും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാണ്. അതൊരു 4 കപ്പോളം മിക്സ് ചെയ്തതാണ്. അപ്പോൾ ഒരു 4 കപ്പോളം മിക്സ് ചെയ്ത ജ്യൂസാണ്. ഇനി നമുക്ക് പൊടി ശരിയാക്കാം. 1/2 കപ്പ് മൈദാമാവ്, 1/2 കപ്പ് കൊക്കോ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കോഫി പൗഡർ. എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിത് അരിപ്പ് വെച്ചിട്ട് അരിച്ചിട്ടാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനി നമുക്ക് മുട്ട ഒന്ന് പൊട്ടിച്ച് സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്തേക്ക് വെള്ളക്കരുവാണ് ആദ്യം ഞാൻ അടിച്ച് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ, പതപ്പിച്ചാണ് ഇതിനകത്തേക്ക് ഉപയോഗിക്കാൻ പോണത്. പിന്നെ വെള്ളക്കരു അവസാനമാണ് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം മഞ്ഞക്കരു ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ബീറ്റർ കൊണ്ട് അല്ലെങ്കിൽ വിസ്ക് കൊണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് ഒരു കപ്പ് പാല് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. 1 കപ്പ് പാല് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുട്ടയുടെ മഞ്ഞയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അതങ്ങ് മാറും. പിന്നെ ഒരു 1/2 കപ്പ് കോക്കനട്ട് ഓയിലാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പം. അപ്പോൾ കോക്കനട്ട് ഓയിൽ ഉണ്ടെങ്കിൽ നല്ലതാണ്, നമ്മുടെ വെളിച്ചെണ്ണ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുക്കാം. പതപ്പിക്കും തോറും അതിൻ്റെ ആ മുട്ടയുടെ ആ ഒരു മണം അങ്ങ് മാറും. അപ്പോൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കുക. വിസ്ക് ഉണ്ടെങ്കിൽ നന്നായിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഈ പൊടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരിച്ച് ഇതിനകത്തേക്ക് ചേർക്കുക. അപ്പോൾ അരിച്ച് ചേർക്കുമ്പോഴത്തേന് അതിനകത്ത് കരട് വരാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ കേക്കിനകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അവിടെ കരടിൻ്റെ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയല്ല, ബീറ്റ് ചെയ്ത് കൊടുക്കാം വിസ്ക് ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇതേപോലെ ബീറ്റർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല എളുപ്പത്തിൽ പരിപാടി കഴിയും. വളരെ വിലക്കുറവാണ് ഇപ്പം ബീറ്റർ വാങ്ങിക്കാനായിട്ട്. ഇപ്പം കുറേശ്ശെ നമ്മൾ ഈ പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ടേസ്റ്റാണ് ഈ കേക്കിന്. ഒത്തിരി ചോക്ലേറ്റി ആയിട്ടുള്ള ഇതല്ല. അപ്പോൾ ഇനി 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 കപ്പ് മൈദയാണെങ്കിൽ നമ്മൾ 1 കപ്പ് പഞ്ചസാര ഇടണം, 1/2 കപ്പ് എണ്ണ ഒഴിക്കണം, 1 കപ്പ് പാലൊഴിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതാണ്. നല്ല സോഫ്റ്റ് കേക്കാണ്, മഡ് കേക്ക് പോലെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ളതൊക്കെ ഒന്ന് ഇങ്ങനെ വടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ബീറ്റർ ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ആരും അങ്ങനെ ഉണ്ടാക്കി നോക്കി കാണത്തില്ല ചോക്ലേറ്റ് കൊണ്ട്. അപ്പം ഇതിനകത്ത് സിറപ്പൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മുട്ടയുടെ വെള്ളം ഇടുന്നതിന് മുമ്പ് 1 കപ്പ് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഏകദേശം ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ആ മുന്തിരിങ്ങ ഒന്ന് സോക്കായി വന്നാൽ മാത്രം മതി. അപ്പോൾ അങ്ങനെ ഒരു 2 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ഈ ഉണ്ടാക്കുന്ന സമയമായാലും മതി, ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിനകത്ത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നട്ട്സ് കൂടുതൽ ഇട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത്യാവശ്യം വലിപ്പത്തിൽ ഇട്ടാലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിങ്ങനെ കാണാൻ പറ്റും. ഇനി ഈ മുട്ട നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുത്താൽ നല്ല അതിൻ്റെ ആ ഒരു മണം പോവും. അതുമാത്രമല്ല അവസാനം നമ്മളിത് ഇടുമ്പോഴത്തേന് നല്ല ഫ്ലഫി ആയിട്ട് വരും കേക്ക്. അപ്പോൾ ഏറ്റവും അവസാനം മാത്രം ഈ മുട്ടയുടെ വെള്ള ഇങ്ങനെ പതപ്പിച്ചിടുക. അപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് അത് വരും. നല്ല വലുതായിട്ട് നല്ലൊരു കേക്കായിട്ട് വരും. അപ്പം നിങ്ങളത് ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ അവസാനം ഇട്ടതിന് ശേഷം ഇനി ഇട്ട് നന്നായിട്ട് ഭയങ്കര ഹാർഡായിട്ട് ഇളക്കരുത്. ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട്
ഒരു സൈഡിലേക്ക് മാത്രം കറക്കുക. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് വൺ സൈഡ് മാത്രം ഇങ്ങനെ പതുക്കെ കറക്കി കൊടുക്കാം. തിരിച്ച് കറക്കരുത്, ജസ്റ്റ് വൺ സൈഡ് മാത്രം. അപ്പം ഞാനിങ്ങനെ കറക്കി കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡാണ്. അപ്പം ഇങ്ങനെ നമ്മളിങ്ങനെ മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ട് കറക്കില്ലേ, മുട്ട എന്താ പറയുക പൊരിക്കാനൊക്കെ വേണ്ടിയിട്ട്, അങ്ങനെ അത്രയും ഹാർഡായിട്ട് അതിങ്ങനെ കറക്കി യോജിപ്പിക്കരുത്. ജസ്റ്റ് പതുക്കെ മാത്രം ഇങ്ങനെ ഒന്ന് കറക്കി യോജിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്നുള്ളതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് കറക്റ്റായിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ ഇതാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ നട്ട്സ് വേണമെങ്കിൽ സോക്ക് ചെയ്യാതെ നിങ്ങൾ ജസ്റ്റ് നട്ട്സ് ഇതിനകത്ത് ഇട്ട് കിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ കാണിച്ചേക്കുന്ന പാത്രമല്ല കേട്ടോ, ഞാൻ എന്താ പറയുക ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കണം. കാരണം ഇതിൻ്റെ ഇപ്പം ഇങ്ങനെ ഒഴിക്കുന്ന അത്രയും മാത്രം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി, എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം നേരത്തെ ഞാൻ ഉണ്ടാക്കിയ കേക്കിൻ്റെയാണ് കാണിച്ചേക്കുന്നത്. ഇതിന് നമുക്കൊരു പ്രീ ഹീറ്റ് ചെയ്ത നമ്മുടെ ഈ കുക്കറിലേക്ക് വെച്ച് കൊടുക്കാം. അത് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ഓൺ ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഒരു 35 to 45 മിനിറ്റ്, 35 മിനിറ്റ് തൊട്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ട് 35 മിനിറ്റ് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് റെഡി ആയില്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് വെച്ചതിന് ശേഷം സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് എന്തെങ്കിലും ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് സംഭവം ഇരിപ്പില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, 35 മിനിറ്റ് കഴിഞ്ഞതിന് മാത്രം നിങ്ങളിത് തുറന്ന് നോക്കുക. കാരണം ഞാനിതിങ്ങനെ 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ക്രാക്ക് വീണത്. ഒരു 35-40 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് മാത്രം ഇതൊന്ന് തുറന്ന് നോക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും. അപ്പോൾ നല്ല ജസ്റ്റ് മണം വരുമ്പം നിങ്ങൾ തുറന്ന് നോക്കുക. ഒരു 45 മിനിറ്റാണ് എൻ്റെ മാക്സിമം. ഞാൻ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നട്ട്സോ എന്തൊക്കെ അതിനകത്ത് എന്താ പറയുക എൻ്റെ ഡെക്കറേഷൻ വേണമെങ്കിൽ അതിനകത്ത് ഇങ്ങനെ കുത്തി കുത്തി വെച്ച് കൊടുക്കുക. പിന്നെ ചൂടാറിയതിന് ശേഷം മാത്രമേ ഇത് തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് പുതിയ ഞാനൊരു പാൻ വാങ്ങിച്ചതാണ്, അതിങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അത് മുകളിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വലിച്ച് തുറക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പാത്രം ഞാൻ മേടിച്ചു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ നല്ല കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകം ശ്രദ്ധിക്കുക, നേരത്തെ കാണിച്ച വീഡിയോയ്ക്കകത്ത് പോലെ ചെയ്യരുത്. ഇതുപോലെ സൈഡിലെല്ലാം എന്താ പറയുക പാച്ച്മെൻറ്റ് പേപ്പർ വെച്ചതിന് ശേഷം മാത്രമേ വയ്ക്കാവൂ. അപ്പം ഞാനിങ്ങനെ കാണിച്ചു തരാം. അപ്പം നന്നായിട്ട് ഇത് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു നല്ല ടേസ്റ്റുള്ള ചോക്ലേറ്റ് പ്ലം കേക്കാണ്. ഈ ചോക്ലേറ്റ് നിങ്ങൾ മേടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചോക്ലേറ്റ് ആൽക്കലൈൻ ചെയ്ത ചോക്ലേറ്റ് വേണം വാങ്ങിക്കാനായിട്ട്. അല്ലെങ്കിൽ നല്ല ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ ഒരു ഇങ്ങനെ കഴിക്കുന്ന ഇങ്ങനെ മുറിച്ചും കൂടെ കാണിച്ചു തരാം, അതിന് ശേഷം പറയാം. അപ്പം നല്ല ടേസ്റ്റുള്ള സാധനം ഒന്ന് നോക്കിക്കേ. അപ്പോൾ ഈ ആൽക്കലൈൻ ഞാൻ പറഞ്ഞില്ല, ആൽക്കലൈൻ ചെയ്തത് ആണെങ്കിൽ അത്രയും ഭയങ്കര ഹാർഡ് ഒരു ടേസ്റ്റ് വരില്ല. പക്ഷേ അല്ലാത്തതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു 1/2 കപ്പാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പായിട്ടത് കുറയ്ക്കുക. അല്ലെങ്കിൽ ഭയങ്കര ഡാർക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, ചോക്ലേറ്റ് ഹാർഡായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പിന്നെ നല്ലൊരു ക്രിസ്മസ് ആശംസകൾ നേരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.